ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ ഹൂത്തികൾ ആക്രമണം തുടരുമ്പോൾ വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ അമേരിക്ക നൽകിയിരിക്കുന്നത്. യമനിൻ സനായിൽ നടന്ന ആക്രമണത്തിൽ 24 പേർ കൊല്ലപ്പെട്ടു എന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ വീണ്ടും പശ്ചിമേഷ്യ ഒരു യുദ്ധത്തിൻ്റെ വക്കിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെയാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ഇതിനിടയിൽ ഇറാൻ ഇവരെ പിന്തുണയ്ക്കുന്ന നിർത്തിയില്ല എങ്കിൽ വലിയ വില നൽകേണ്ടി വരുമെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതോടുകൂടി ഇറാനും ആക്രമണത്തിൻ്റെ ഒരു പോർമുഖത്തേക്ക് എത്താനുള്ള സാധ്യതയാണ്. ഇറാഖ് കേന്ദ്രീകരിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം അമേരിക്ക വ്യാപകമായ രീതിയിൽ ബോംബിങ്ങും മറ്റും നടത്തിയിരുന്നു. അപ്പോൾ ഇറാഖ് കേന്ദ്രീകരിച്ചുകൊണ്ട് ഇസ്രായേലും അമേരിക്കയും സംയുക്തമായി ഇറാനെ ആക്രമിക്കാനൊരു സാധ്യതയുമുണ്ട്. കാരണം ഇറാൻ്റെ ഒരു പ്രോക്സിയാണ്, നിഴൽ സംഘടനയാണ് ഈ ഹൂത്തി വിമതർ എന്ന് പറയുന്നത്. ഹൂത്തികൾ, ഒപ്പം തന്നെ ഹിസ്ബുള്ള, ഹമാസ് ഇവരെയൊക്കെയാണ് ഇറാൻ പിന്തുണയ്ക്കുന്നത്. ഇതിൽ ഹൂത്തികളാണ് അവസാനത്തെ ഈ അമേരിക്കയുടെ ടാർഗറ്റായി മാറിയിരിക്കുന്നത്. നമുക്കറിയാം ഹമാസുമായിട്ട് ഇപ്പോൾ വെടിനിർത്തലാണ്. ഹിസ്ബുള്ളയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിരുന്നു. ഇപ്പോൾ ഹൂത്തികളുടെ നേരെയാണ് ഇപ്പോൾ ഈ പറയുന്ന അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ. കാരണം കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ 100ഓളം കപ്പലുകളാണ് ഈ ഹൂത്തി വിമതർ നശിപ്പിക്കുകയും ഭയപ്പെടുത്തി തിരിച്ചുവിടുകയും മുക്കുകയും ഒക്കെ ചെയ്തിരുന്നത്. ഇപ്പോൾ ഇത് ഹൂത്തി വിമതർ ഒരു കനത്ത ആക്രമണത്തിൻ്റെ ഒരു ഭീതിയിലാണ്. അവർ തിരിച്ചടിക്കുമെന്ന് അവർ പ്രതിജ്ഞ എടുക്കുന്നുണ്ട്. ഇതിനായി അവർ ഉറ്റുനോക്കുന്നതും ഇറാനെയാണ്. പക്ഷേ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഇതുവരെ പ്രതികരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇറാൻ അത്തരത്തിലേക്ക് നീങ്ങുകയാണ് എങ്കിൽ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ആക്രമിക്കാൻ ഒരു നീക്കവും നടക്കുന്നതായി ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നു. നേരത്തെ തന്നെ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന് ഇസ്രായേൽ പറഞ്ഞിരുന്നു. ഏതായാലും വീണ്ടും മിഡിൽ ഈസ്റ്റ് ഒരു യുദ്ധത്തിൻ്റെ വക്കിലേക്ക് നീങ്ങുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.